يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഉപ്പമാരെ, ഉമ്മമാരെ, നാട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിളക്കോട്ടൂർ ശാഖ SKSF-ന്റെയും അതേപോലെ ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന വാലിന്റെ 2ാം ദിവസമായ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ തൗഫീഖ് നൽകിയ നാഥനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഫ മർറ. സുദീർഘമായി സംസാരിക്കാനല്ല എഴുന്നേറ്റ് നിന്നത്. നമുക്കറിയാം, നമ്മൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അസീസ് ദാരിമി ഉസ്താദ് ഭക്ഷണം കഴിക്കുന്ന ഒരു ഇടവേള, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ എന്തുകൊണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഓരോരോ ചവിട്ടടിയും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്റ്റേജും സദസ്സും എല്ലാം കാണുമ്പോൾ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകളുണ്ട്. നല്ല നല്ലതാ ചിന്തകൾ, അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിയുടെ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്നും മുൻപന്തിയിലാണ് എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഇവിടുത്തെ സെറ്റും കസേരകളും എല്ലാം കാണുമ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി എല്ലാം റെഡിയായി ആവശ്യത്തോടു കൂടിയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇതെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഓരോരോ പ്രവർത്തനങ്ങളും അല്ലാഹു ആഖിറത്തിൽ വലിയൊരു ഉപകാരമുള്ള അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി സംസാരിക്കുകയുമല്ല, ഒന്ന് രണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള 1-2 കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ആയത്ത് മാത്രം ഒന്ന് വിശകലനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഹൂദ് സൂറത്തിലെ 114-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅഖിമിസ് സ്വലാത തറഫൈൻ നഹാർ വസുലുഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത യുദ്ഹിബുന സയ്യിആത് ذلك ذكرى للذاكرين. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മളെല്ലാം നിലനിൽപ്പ് അത് ഭംഗിയാവാൻ വേണ്ടി, അടിത്തറ ഉഷാറാവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനും നിങ്ങളും അറിയേണ്ട കാര്യമാണല്ലോ അടിത്തറ. അടിത്തറ അറിഞ്ഞ് അതിന് വേണ്ട ഫൗണ്ടേഷനും അതിന് വേണ്ട കാര്യങ്ങളും ഭംഗിയായി സുന്ദരമായി വൃത്തിയായി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ്
അതിന്റെ മുകളിൽ എടുക്കാൻ പോകുന്ന ബിൽഡിംഗ് നന്നാവുകയുള്ളൂ. അടിത്തറ വൃത്തിയാവാതെ, അത് അതിൻ്റെതായ രൂപത്തിൽ ആവാതെ, അതിന്റെ മുകളിൽ ചെറിയ ബിൽഡിംഗ് ആണെങ്കിലും അതിന് കേടുപാടുകൾ സംഭവിക്കും. അപ്പൊ കേടുപാടുകൾ സംഭവിക്കാതെ നമ്മുടെ ബിൽഡിംഗ് ഉഷാറായി നല്ലതുപോലെ നിലനിൽക്കണമെങ്കിൽ അടിത്തറ ഉഷാറാവണം. ഇപ്പൊ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാണ് പരിശുദ്ധ ഖുർആനിൽ ഹൂദ് സൂറത്തിൽ വ്യക്തമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ 5 വക്ത് നിസ്കാരം നിങ്ങൾ നിലനിർത്തണം, 5 നേരം നിസ്കരിക്കണം. വഖിമിസ് സ്വലാത തറഫൈൻ നഹാർ വസുൽഫൻ മിനൽ ലൈൽ. രാപ്പകലിലായിട്ട് നിങ്ങൾ 5 വക്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്തിനു വേണ്ടിയാ നമ്മൾ നിസ്കരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ നമ്മൾ നിസ്കരിക്കേണ്ടത്? ആ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ മജ്‌ലിസും അതേപോലെ നമ്മുടെ ഈ പരിപാടികളെല്ലാം കൊണ്ടുള്ള ഉദ്ദേശം അത് റെഡിയാവുകയുള്ളൂ. കാരണം ഇസ്ലാമിന്റെ ആകെ അടിത്തറയാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് നമ്മോട് പഠിപ്പിക്കുന്നു, ആരെങ്കിലും നിസ്കാരം നിലനിർത്തിയാൽ അഥവാ സമയത്തിന്റെ സമയക്രമമായിട്ട് 5 വക്ത് നിസ്കാരം ആരെങ്കിലും തുറന്നു കൊണ്ടുപോയാൽ അവൻ ദീനിനെ നിലനിർത്തിയവനാണ്. ഇനി വല്ല ഒരുത്തനും അവന് തോന്നുമ്പോൾ നിസ്കരിക്കുന്നത്, അവന് ഒഴിവുണ്ടാകുമ്പോൾ നിസ്കരിക്കുന്നു, ജോലി തിരക്കുണ്ടെങ്കിൽ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ഇഷ്ടം പോലെ അവന്റെ ഇഷ്ടം പോലെയാ അല്ലാഹുവോ അവന്റെ പ്രവാചകന്മാരോ സഹാബാക്കളോ അല്ലെങ്കിൽ ഫുഖഹാക്കളോ പഠിപ്പിച്ച രൂപം അല്ല അവൻ സ്വീകരിക്കുന്നത് എങ്കിൽ അവൻ തറഖഹാ ഫഖദ് ഹദമദ്ദീൻ, അവൻ പരിശുദ്ധ ദീനിനെ പൊളിച്ചു കളഞ്ഞു. അവൻ നിസ്കാരം ഉപേക്ഷിക്കും എന്നല്ല പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അവൻ ഈ പരിശുദ്ധ ദീനിനെ പൊളിച്ചവനാണ്, ഹദമദ്ദീനായി മാറിപ്പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മൾ നിസ്കാരം അതിന്റെ മുറ പോലെ ആ സമയങ്ങളിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, എന്റെ ശബ്ദം സ്നേഹിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധ ദീൻ ഒരു വിട്ടുവീഴ്ചയും കൊടുക്കുന്നില്ലല്ലോ. നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയൂല എന്ന അവൻ ഇരുന്നു കൊണ്ട് നിസ്കരിക്കട്ടെ, അതിനും സാധ്യമല്ലെങ്കിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കട്ടെ, അതിനും സാധ്യമല്ല എങ്കിൽ അവൻ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ട് എങ്ങനെയാണെങ്കിലും അവൻ നിസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എങ്ങനെയായാലും നിസ്കരിക്കണം. അതോ സമയമാകുമ്പോൾ നിസ്കരിക്കണം. നിസ്കരിച്ചാലുള്ള കൂലി എന്താ? അതും പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നൽ ഹസനാത യുദ്ഹിബുനസ് സയ്യിആത്ത്. അവൻ ചെയ്തു പോയ ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്, ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാൻ അത് കാരണമാണ്. മനുഷ്യനായ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, സമൂഹമായി ജീവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ കൈകളെ കൊണ്ട് ചെയ്തു പോകും, കണ്ണുകളെ കൊണ്ടും കാലുകളെ കൊണ്ടും കാലുകളെ കൊണ്ടും ചെയ്യും. പല രൂപത്തിലും നമ്മൾ ചെയ്തു പോകും ചില തെറ്റുകൾ. അത് പൊറുപ്പിക്കാനുള്ള മാർഗമോ നിസ്കാരമാണ്. അതാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നൽ ഹസനാത യുദ്ഹിബുനസ് സയ്യിആത്ത്. നിങ്ങൾ നിസ്കാരം, ആ നിസ്കാരം നിങ്ങൾ മുറ പോലെ അതിന്റെ അദബുകളും മര്യാദയും ആദാബുകളും പാലിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു പോകും. ഇതല്ലേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അബുൽ യസർ എന്ന സഹാബി വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനൊരു തെറ്റ് ചെയ്തു പോയി എന്നുള്ള വേവലാതി പറയുകയാണ്. എന്താ തെറ്റെന്നറിയുമോ? അബുൽ യസർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലിലേക്ക് ഒരു സഹോദരി ഒരു ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി, ഈത്തപ്പഴ കച്ചവടക്കാരനായ അബുൽ യസർ എന്ന സഹാബിയുടെ അടുക്കലേക്ക് ഒരു സഹോദരി വരികയാണ്. സഹോദരി വന്ന് അബുൽ യസർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എനിക്ക് ഈത്തപ്പഴം വേണം, നല്ല 1-ാം തരം ഈത്തപ്പഴം വേണം എനിക്ക്. അബുൽ യസർ പറഞ്ഞു, ഇവിടെയുള്ള ഈത്തപ്പഴം, കടയിലുള്ള ഈത്തപ്പഴം മോശമാണ്, മധുരം കുറവാണ്.
അത് പറയാൻ കാരണം അബൂൽ യസർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് എന്റെ വികാരം അങ്ങ് ഇളകിപ്പോയി. അവളെ കണ്ടപ്പോൾ എന്റെ അവളെ സൗന്ദര്യത്തിൽ ഞാൻ അങ്ങ് വീണു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവളോട് പറയുകയാണ്, എന്റെ വീട്ടിൽ ഒന്നാം തരം കാരക്കയുണ്ട്, ഈത്തപ്പഴമുണ്ട്, നല്ല മധുരമുള്ള ഒന്നാം തരം നല്ല ഒറിജിനൽ ഈത്തപ്പഴമുണ്ട്, എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ തരാം. അങ്ങനെ ആ സഹോദരി നല്ല ഒന്നാം തരം ഈത്തപ്പഴം കിട്ടാൻ വേണ്ടിയിട്ട് അബൂൽ യസർ എന്ന സഹാബിയായ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. കടന്നു ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ സഹാബിയുടെ മനസ്സിലുള്ളത്, അബൂൽ യസർ എന്ന സഹാബിയുടെ മനസ്സിലുള്ളത്, അവളെ ഒന്ന് ചുംബിക്കണം, അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അവളെ ഒന്ന് കൈവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന ചിന്തയാ. അതെല്ലാം മറച്ചു വെച്ചാണ് അബൂൽ യസർ എന്ന സഹാബി വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. കടന്നു ചെന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ ആ സഹോദരി അത് അങ്ങ് കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. എന്നിട്ട് ഉമ്മ വെക്കുകയാണ്. ഉമ്മ വെച്ചപ്പോൾ അബൂൽ യസർ റളിയല്ലാഹു അൻഹുവിന് പെട്ടെന്ന് ബോധം വന്നു. അല്ലാഹുവേ, ഞാൻ എന്താണ് ചെയ്യുന്നത്? വലിയ തെറ്റല്ലേ ഞാൻ ചെയ്യുന്നത്? ഇത് എന്നോട് എന്റെ റബ്ബ് പൊറുക്കുമോ, എന്റെ ഹബീബ് ഇത് പൊറുക്കുമോ എന്നറിയാതെ ആ പെണ്ണിനെയും വിട്ടേച്ചതാ ഓടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്റെ പൊന്നാര സിദ്ദീഖ് തങ്ങളെ, ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഒരു പെണ്ണിനെ പിടിച്ചു ആലിംഗനം ചെയ്തിട്ട് ചുംബിച്ചു പോയി. സിദ്ദീഖ് തങ്ങളെ, എനിക്ക് മാപ്പുണ്ടോ സിദ്ദീഖ് തങ്ങളെ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇസ്തഗ്ഫിർ അലാ നഫ്സിക വതുബ്. ഇസ്തഗ്ഫിർ അലാ നഫ്സിക. സിദ്ദീഖ് തങ്ങളോട് തങ്ങൾ പറയുകയാണ്, അബൂൽ യസർ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തോ, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ, എന്നാൽ റബ്ബ് നിനക്ക് പുറത്തു തന്നേക്കാം. പക്ഷേ അബൂൽ യസർ റളിയല്ലാഹു അൻഹുവിന് സമാധാനമാകുന്നില്ല. അബൂൽ യസർ വീണ്ടും പോകുന്നു. ഫതൈതു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ലയോ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, ഞാൻ ഒരു തെറ്റങ്ങ് ചെയ്തു പോയിട്ടുണ്ട്. എനിക്ക് റബ്ബ് ഇന്ന തെറ്റാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമോ, എന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ ഉമർ തങ്ങളെ? ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, ഇസ്തഗ്ഫിർ അലാ നഫ്സിക വതുബ്. നീ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കോ, നീ റബ്ബിനോട് തൗബ ചെയ്തോ. തൗബ ചെയ്ത് മടങ്ങാനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പക്ഷേ എന്നിട്ടും മഹാനായ അബൂൽ യസർ റളിയല്ലാഹു അൻഹുവിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇതുകൊണ്ടൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് റബ്ബിന്റെ അടുക്കൽ തൗബയുണ്ട്, എനിക്ക് റബ്ബ് ഇത് പൊരുത്തപ്പെട്ടു തരുമോ എന്നുള്ള ഒരു വേവലാതിയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഉണ്ടാവേണ്ടതാണ്. ഒരു തെറ്റ് ചെയ്തു പോയാൽ മനുഷ്യന്റെ മനസ്സിലൊരു ഖേദം, റബ്ബേ ഞാൻ ചെയ്തു പോയല്ലോ, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു ഖേദമുണ്ടാവണം. ആ ഖേദം അബൂൽ യസർ റളിയല്ലാഹു അൻഹു വല്ലാതെ അലട്ടുകയാണ്, വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം ഇതൊന്നുകൊണ്ടും റാഹത്താവാതെ ഫതൈത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഫദകർതു ദാലിക, സംഭവമെല്ലാം പ്രവാചകനോട് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ ചോദിച്ചു, ഏതാണ് ആ പെണ്ണ്, ഏതായിരുന്നു ആ പെണ്ണ്? ആ സ്ത്രീയുടെ കുടുംബം പറഞ്ഞു കൊടുത്തു. പ്രവാചകന് സഹിക്കാൻ സാധിച്ചില്ല. പ്രവാചകൻ പറഞ്ഞു, അഖ്ലഫ്തു ഗാസിയൻ ഫീ സബീലില്ലാഹ് ഫീ അഹ്ലിഹി. അബൂൽ യസർ, നീ ചിന്തിക്കണം, നീ ആലോചിക്കണം, നീ ആരെ മകളെയാണ് നീ കെട്ടിപ്പിടിച്ചത്? നീ തെറ്റ് ചെയ്യാൻ കണ്ട സ്ത്രീ വനിതയുണ്ടല്ലോ, ആ സ്ത്രീ അത് ആരെ മകളാണ് എന്ന് നീ ചിന്തിക്കണം അബൂൽ യസർ. നീ ചിന്തിക്കാതെയാണോ ഈ പണി ചെയ്തത്? അത് യുദ്ധത്തിൽ പങ്കെടുത്ത, എന്നോടുകൂടെ യുദ്ധത്തിൽ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയുടെ മകളെയാണ് നീ വേണ്ടാതെ ചെയ്തത്. അതുകൊണ്ട് എനിക്കിപ്പോൾ മറുപടി പറയാൻ സാധ്യമല്ല. പ്രവാചകൻ മൗനിയായി നിൽക്കുകയാണ്. പ്രവാചകൻ മൗനിയായി നിന്നു. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വല്ല ഓർഡർ വരുമോ, ഇതിൽ തീരുമാനം വരുമോ എന്നറിയാൻ. അപ്പോൾ അബൂൽ യസർ റളിയല്ലാഹു അൻഹു ഹത്താ ലന്ന അന്നഹു മിൻ അഹ്ലിൻ നാർ. അബൂൽ യസർ എന്ന് പറയുന്ന ആ സഹാബി പറയുന്നു, ഞാൻ ആ സമയത്ത് ഭാവിക്കുകയാണ്, വിചാരിച്ചു പോയി എനിക്ക് നരകം നിർബന്ധമായി പോയോ എന്ന്. കാരണം പ്രവാചകന്റെ അടുക്കൽ വന്ന് വേവലാതി പറഞ്ഞപ്പോൾ ഒരു മറുപടിയും ഇല്ല.
അതുകൊണ്ട് എനിക്ക് ബേജാറായി ഞാൻ നരകത്തിന്റെ അവകാശി എങ്ങാനും ആയി പോകുമോ എന്ന്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മലക്കു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഹിയുടെ റസൂലേ. എന്താ വഹിയിൽ പറഞ്ഞത്? വഖിമിസ് സ്വലാത തറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത യുദ്ഹിബുന സയ്യിആത്ത്. ഈ ആയത്താണ് ഇറക്കി കൊടുത്തത്. കാരണം നിസ്കാരം കൊണ്ട് ഇത്തരം ചെറിയ ദോഷങ്ങൾ പൊറുക്കും എന്നുള്ള ആയത്ത് അങ്ങ് ഇറക്കി കൊടുത്തു. അതങ്ങ് ഓതി കൊടുത്തു. അബൂൽ യസർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകർ മുത്തലിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഓതി കൊടുത്തപ്പോഴാണ് അബൂൽ യസർ റളിയല്ലാഹു അൻഹു സമാധാനമായത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകും. അതിലുപരി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലുള്ള മനുഷ്യനോട് ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ച്. ഇവിടെ നമ്മൾ നല്ലതുപോലെ ചിന്തിക്കേണ്ടതുണ്ട്. ചില ആളുകൾ നിസ്കരിക്കും കുറെ കളായിട്ടും അതേപോലെ ഒന്നായിട്ട് ഒപ്പരക്കാൻ നിസ്കരിക്കും. അതല്ല നിസ്കാരം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ നിസ്കരിക്കണമെന്ന് മാത്രമല്ല പറയുന്നത്, നിങ്ങൾ സമയത്ത് അതേപോലെ നിങ്ങൾ ആ സമയബന്ധിതമായി നിസ്കരിക്കാനാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതിനാ സമയം വെച്ചതും. നമുക്ക് ഏറ്റവും കൂടുതൽ ഖലാ നിസ്കാരമാണ് അസ്ർ നിസ്കാരം. പ്രത്യേകിച്ച് എന്റെ ഉമ്മമാർക്കും അതേപോലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും കൂടുതൽ ഖലായി പോകുന്ന നിസ്കാരമാണല്ലോ അസ്ർ നിസ്കാരം. ഒരിക്കൽ ഒരു സഹോദരി വന്നുകൊണ്ട് പറയുന്നു, കുറച്ച് ആളുകളെ കണ്ടപ്പോൾ വഴിയിൽ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ പ്രവാചകരെ ഒന്ന് അറിയിച്ചു തരണം. എവിടെയാണ് പ്രവാചകൻ ഉള്ളത്? എവിടെയാണ് നബി ഉള്ളത്? അങ്ങനെ നബിയെ തേടി പിടിച്ച് നബിയെ കണ്ടപ്പോൾ ആ സഹോദരി നബിയോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ വ്യഭിചരിച്ചു പോയി, ഞാൻ സിന ചെയ്തു പോയി. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, എന്തിന്റെ കാരണം? സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചു പോയി, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി പ്രവാചകരെ, വല്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തു പോയത്. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, എന്ത് തെറ്റാ നീ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് വിദേശത്ത് ജോലിക്ക് പോയതാണ്. എന്റെ നാട്ടിൽ എന്റെ ഭർത്താവ് എന്നോട് കൂടെ കുറെ ദിവസമായി വിട്ടു നിന്നിട്ട് ആ സമയത്ത് ഞാൻ വ്യഭിചരിച്ചു പോയി. ഞാൻ വ്യഭിചരിച്ചു പോയി എന്ന് മാത്രമല്ല പ്രവാചകരെ, അങ്ങ് ഞാൻ ഗർഭിണിയായി ഗർഭം ചുമന്നു. എനിക്കൊരു കുഞ്ഞുണ്ടായി നബിയെ. എന്നിട്ട് ആ കുഞ്ഞിന് എന്റെ ഭർത്താവ് വന്നാൽ കാണും. ഞാൻ ഭയപ്പെട്ടു, ആ കുഞ്ഞിനെ കൊന്നുകളയണം. അങ്ങ് ഞാൻ അതിനെ കൊല്ലാൻ വേണ്ടി എടുത്ത സൂത്രം, അതിനു വേണ്ടി ഞാൻ റെഡിയാക്കിയത്, എനിക്കൊരു കച്ചവടം ഉണ്ടായത്, സുർക്ക കച്ചവടം. സുർക്ക ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന പണിയാ. അങ്ങനെ സുർക്ക ഉണ്ടാക്കിയിട്ട് ആ സുർക്കയിൽ അങ്ങ് മുക്കി വെച്ചു എന്റെ ആ പിഞ്ചു പൈതലിനെ. വ്യഭിചാരത്തിലേക്കുണ്ടായ കുട്ടിയാണ്. എന്റെ ഭർത്താവ് വന്നാൽ കാണുമെന്ന് പേടിച്ച് ഞാൻ ആ സുർക്കയിലിട്ട് വെച്ചു. എന്നിട്ട് എന്റെ പ്രവാചകരെ, ആ സുർക്കയിൽ കിടന്ന ആ കുഞ്ഞ് മരിച്ചുപോയി. മരിച്ചെന്ന് മാത്രമല്ല ദിവസങ്ങളോളം ഞാൻ അതിന്റെ അടപ്പ് അയക്കാതെ ഞാൻ അതിലിട്ട് വെച്ചു. അങ്ങനെ ആ കുഞ്ഞ് ആ പൈതൽ അതിൽ ദ്രവിച്ചു പോയി. എന്നിട്ടോ ഞാൻ ചന്തയിൽ കൊണ്ടുപോയിട്ട് സുർക്കയായിട്ടത് വിൽക്കുകയും ചെയ്തു.
ഒരുപാട് ആളുകൾ അത് ഭക്ഷിപ്പിക്കുകയും ചെയ്തു. റസൂല്, എനിക്ക് മാപ്പുണ്ടോ നബിയേ എന്നറിയാനാണ് ഞാൻ വന്നത്. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖലാഉ ലനന്തു ഇന്നകി തറക്തു സലാത്തുൽ അസ്ർ. പെണ്ണേ, നീ ദിവസവും ഇങ്ങനെ വിചാരത്തിനും തെറ്റുകളും ചെയ്യുന്നുണ്ട് എങ്കിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് പെണ്ണേ നീ അസ്ർ നിസ്കാരം ഖലാക്കുന്നവളാണെന്ന്. അസ്ർ നിസ്കാരം ഖലാക്കുന്നവളാണ് നീ എന്ന് ഞാൻ ഭാവിക്കുന്നു. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്ർ നിസ്കാരം ആരെങ്കിലും ഖലാക്കിയാൽ, നമുക്ക് കൂടുതൽ ഖലാ നിസ്കാരം അസ്ർ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂൾ വിട്ട് വന്നാല് കുറെ ടൈം ഉണ്ടാവുള്ളൂ. അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ ആ സമയത്ത് നിസ്കാരം എല്ലാം മാറ്റി വെച്ച് ഭക്ഷണം കഴിച്ച് വേഗം തിരുമ്പി കുളിച്ചൊക്കെ എന്ത് ചെയ്യും, റെഡിയാകും. അതിന്റെ ഇടയ്ക്ക് നിസ്കരിക്കാൻ സമയം കാണൂല. എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പൊന്നുമ്മമാര്, എന്റെ വിദ്യാർത്ഥിനികള്, എന്റെ ഉപ്പമാര്, എന്റെ സഹോദരന്മാര്, അസ്ർ നിസ്കാരം ആരെങ്കിലും ഖലാക്കിയാൽ അവൻ വേണ്ടാത്തതിലേക്ക് എത്തിച്ചേരും. പ്രവാചകൻ പറയുന്നു, പെണ്ണേ നീ അസ്ർ നിസ്കാരം ഖലാക്കാറുണ്ടോ? ഞാൻ വിചാരിക്കുന്നുണ്ട് നീ അസ്ർ നിസ്കാരം കൃത്യം നിസ്കരിക്കാറില്ല. അപ്പോൾ ആ സഹോദരി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞ സത്യമാണ്, സത്യമാണ്, സത്യമാണ്. ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ അസ്ർ നിസ്കരിക്കാറ്. അല്ലെങ്കിൽ ഞാൻ മഗ്‌രിബിന്റെ കൂടെയോ അല്ലെങ്കിൽ ഇശാന്റെ കൂടെയോ ഖലാ വിട്ടലാണ്. എനിക്ക് കറക്റ്റായി അസ്ർ നിസ്കാരം നിസ്കരിക്കാൻ കഴിയാറില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ പെണ്ണേ നീ എന്ന് മുതൽ അസ്ർ കറക്റ്റ് നിസ്കരിച്ചോ, നീ ഖലാ ആക്കണ്ട, നീ അത് ഉപേക്ഷിക്കണ്ട. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മൾ ഈ അസ്ർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ജോലി തിരക്കാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അസ്ർ നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫാൾട്ടുകൾ നമ്മൾ അറിയാതെ വന്നു പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിസ്കാരം കറക്റ്റ് നിലനിർത്തുന്നതിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ അവന്റെ സ്വാലിഹീങ്ങളിലും സജ്ജനം ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.